എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 5ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ കേരള പാഠാവലിയിൽ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോയാലോ. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന കവിതാഭാഗം വായിച്ച് അതിന് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വൃശ്ചിക കാറ്റ് തുടിച്ചു വന്നു, കഞ്ഞിക്കലങ്ങൾ വലിച്ചെറിഞ്ഞു, നക്ഷത്രവറ്റുകൾ മുറ്റമാകെ ചുറ്റും ചിതറി പരന്നു വീണു, പിന്നെ പുലരിയ മമ്മ വന്നു, മുറ്റവും വീടും അടിച്ചുവാരി, ഇത്തിരി തുമ്പപ്പൂ കഞ്ഞി വെച്ചു, കുട്ടന് വിദ്യാലയത്തിൽ പോണം, പുസ്തക കെട്ടുന്നു കൊണ്ടുപോയി, കൊച്ചുകുടയും ഇതങ്ങുപോയി, മുറ്റത്തെ മുല്ലേ പറഞ്ഞു തായോ, കുട്ടന്റെ ഉള്ളിലെ കണ്ണുനീരും അച്ചടിച്ചാലിൽ വലിച്ചെറിഞ്ഞ പുസ്തകം തപ്പിയെടുത്തു കുട്ടൻ, കൊച്ചൊരു ചേമ്പിലെ താളും ചൂടി, കുത്തും മഴയിലെ കാണ്ടിറങ്ങി, പിഞ്ഞിയും തുന്നിയും മങ്ങിയാരോ, കുപ്പായം കണ്ണിൽ മറഞ്ഞു പോകെ, കീറി മുഷിഞ്ഞുള്ള കോന്തലയാൽ ഈറൻമിഴി തുടച്ചമ്മ നിന്നു. റഫീഖ് അഹമ്മദിന്റെ കുട്ടന്റെ ഒരു ദിവസം എന്ന കവിതയാണിത്. ഇത് നിങ്ങൾ 1-2 പ്രാവശ്യം വായിച്ചു നോക്കിയിട്ട് ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, മുറ്റമാകെ ചിതറിപ്പരുന്നത് എന്താണ്? കഞ്ഞിക്കലങ്ങൾ, തുമ്പപ്പൂക്കൾ, നക്ഷത്രവറ്റുകൾ, മുല്ലപ്പൂക്കൾ. ഉത്തരം നക്ഷത്രവറ്റുകൾ. രണ്ടാമത്തെ ചോദ്യം, മുറ്റവും വീടും അടിച്ചു വാരിയത് ആരാണ്? പുലരിയമ്മ, കുട്ടൻ, വൃശ്ചികക്കാറ്റ്, കുട്ടന്റെ അച്ഛൻ. ഉത്തരം പുലരിയമ്മ. മൂന്നാമത്തെ ചോദ്യം, കുട്ടന്റെ ആവശ്യം എന്തായിരുന്നു? കൂട്ടുകാരോടൊത്ത് കളിക്കണം, മുറ്റവും വീടും അടിച്ചു വരണം, ഇത്തിരി കഞ്ഞി വയ്ക്കണം, വിദ്യാലയത്തിൽ പോണം. ഉത്തരം വിദ്യാലയത്തിൽ പോണം. നാലാമത്തെ ചോദ്യം, കീറി മുഷിഞ്ഞുള്ള കോന്തല എന്തിനെ സൂചിപ്പിക്കുന്നു? ദാരിദ്ര്യത്തെ, കഞ്ഞിക്കലത്തിനെ, വൃശ്ചികക്കാറ്റിനെ, മുല്ലപ്പൂക്കളെ. ഉത്തരം ദാരിദ്ര്യത്തെ. അഞ്ചാമത്തെ ചോദ്യം, ഈറൻമുടി തുടച്ചു നിന്നതാര്? കുട്ടൻ, കുട്ടന്റെ അമ്മ, പുലരിയമ്മ, കുട്ടന്റെ ചേച്ചി. ഉത്തരം കുട്ടന്റെ അമ്മ. പ്രവർത്തനം 2, വായിക്കാം എഴുതാം. മഴവിൽ കാഴ്ചകൾ. ഇടുങ്ങിയ കാട്ടുവഴിയിലൂടെ വരിവരിയായി ഞങ്ങൾ നീങ്ങി. ഇടതുഭാഗത്തായി ആർത്തലച്ച് ചിന്നിച്ചിതറുന്ന കല്ലാറ്, കയറ്റവും ഇറക്കവുമുള്ള വഴിയിൽ ആകാശക്കാഴ്ച മറച്ചു നിൽക്കുന്ന വലിയ പാറ, വിള്ളലുകളിൽ നിന്നും പ്രവഹിക്കുന്ന നീരുറവകൾ, ഗുഹകൾ, വൻ വൃക്ഷങ്ങൾ, വള്ളികൾ, പൂമരങ്ങൾ, അനുഗ്രഹീതമായ ഒരു വനപ്രദേശം. മീൻമുട്ടി വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി ഞങ്ങൾ കല്ലാറിലൂടെ മുന്നോട്ട് നടന്നു. ആറ്റിലെ വഴുക്കുള്ള കല്ലുകളിൽ ചവിട്ടി കയറിൽ പിടിച്ച് ഒഴുക്കിനെതിരെ ഒരു സാഹസിക യാത്ര. ദൂരെ മാനമുട്ടുന്ന മലമുകളിൽ നിന്നും താഴോട്ട് പതിക്കുന്ന ജലത്തിന്റെ കാതടപ്പിക്കുന്ന ശബ്ദം. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. നന്നായിട്ട് വായിച്ചു നോക്കിയാൽ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം, ഏത് പുഴയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഭാരതപ്പുഴ, കല്ലാർ, പെരിയാർ. ഉത്തരം കല്ലാർ. രണ്ടാമത്തെ ചോദ്യം, ആകാശക്കാഴ്ച മറച്ചു പിടിക്കുന്നത് എന്താണ്? വലിയ പാറ, നീരുറവ, പൂമരങ്ങൾ. ഉത്തരം വലിയ പാറ. മൂന്നാമത്തെ ചോദ്യം, എവിടേക്ക് ലക്ഷ്യം വെച്ചാണ് അവർ നടന്നത്? പാറ, കാട്, മീൻമുട്ടി വെള്ളച്ചാട്ടം. ഉത്തരം മീൻമുട്ടി വെള്ളച്ചാട്ടം. നാലാമത്തെ ചോദ്യം, താഴോട്ട് പതിക്കുന്ന ജലത്തിന്റെ ശബ്ദത്തെ ഇവിടെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? കാതടുപ്പിക്കുന്ന, ഇടുങ്ങിയ, പ്രവഹിക്കുന്ന. ഉത്തരം കാതടുപ്പിക്കുന്ന. അഞ്ചാമത്തെ ചോദ്യം, ആകാശം എന്ന അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? ഗഗനം, മാനം, വാനം. ആകാശത്തിന്റെ അർത്ഥം വരുന്ന മറ്റൊരു പദം ഏതാ? ഉത്തരം മാനം. പ്രവർത്തനം 3, നിങ്ങളുടെ പ്രദേശത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കാണാൻ ക്ഷണിച്ചുകൊണ്ട് കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ഒരു കത്ത് തയ്യാറാക്കുക. കത്ത് തയ്യാറാക്കുമ്പോൾ വലത്തെ സൈഡിൽ മുകളിൽ ഡേറ്റും സ്ഥലവും വേണം കേട്ടോ. അത് ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്, നിങ്ങളത് എഴുതി ചേർക്കണം. പ്രിയപ്പെട്ട മീരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പൂജ അവധിക്ക് നീ എൻ്റെ വീട്ടിൽ വരുമോ? വരികയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള മാംഗോ മെഡോസ് എന്ന പാർക്കിൽ നമുക്ക് പോകാം. ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഒരു അഗ്രികൾച്ചറൽ തീം പാർക്കാണിത്. 4000-ലേറെ സസ്യവർഗ്ഗങ്ങൾ ഇവിടെയുണ്ട്. ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും എല്ലാം ഇതിൽ ഉൾപ്പെടും. പാടശേഖരണത്തിന് അരികിലാണ് ഈ പാർക്ക്. ചൂണ്ടയിടാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. വലിയ മീൻകുളത്തിൽ മീനൂട്ട് നടത്താനും അവസരമുണ്ട്. പരശുരാമന്റെ വലിയ പ്രതിമയും വിവിധ ജീവജാലങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന ഇടവും എല്ലാം ഇവിടുത്തെ കാഴ്ചകളാണ്. കൂടാതെ നീന്തൽക്കുളം, ഔഷധത്തോട്ടം, സർപ്പക്കാവ്, റോപ്പ് കാറ്, സ്നൂക്കർ, ഇങ്ങനെ വ്യത്യസ്തമായ ധാരാളം കാഴ്ചകളുണ്ട് ഇവിടെ. നീ വന്നാൽ ഒരു ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. നീ എത്തുമെന്ന് കരുതുന്നു. സ്നേഹപൂർവം, ആമി.
പ്രവർത്തനം 4. അടികൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മുഖം തിരിച്ച് അമ്മ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. മകനെ തല്ലിയ ദിവസം അമ്മയുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? സങ്കല്പിച്ച് എഴുതുക. പഠിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന മകനെ തല്ലേണ്ടി വന്ന അമ്മയാണ് ഞാൻ. എന്റെ നിസ്സഹായത ഞാൻ ആരോട് പറയും? പഠിക്കണമെന്നും വലിയ ആളാകണമെന്നും അമ്മയെ നല്ല രീതിയിൽ നോക്കണമെന്നും എല്ലാം അവന് ആഗ്രഹം കാണും. പക്ഷേ അച്ഛനില്ലാത്ത കുട്ടികളെ വളർത്താൻ ഞാൻ പെടാപ്പാട് പെടുന്നത് ആരറിയാൻ? കൂലിപ്പണി ചെയ്ത് മക്കൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. സ്കൂളിലെ ഫീസും കൂടി എങ്ങനെ എനിക്ക് താങ്ങാൻ പറ്റും? മക്കളെ ഒന്ന് സ്നേഹിക്കാനോ ലാളിക്കാനോ അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാനോ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ എൻ്റേത്. പ്രവർത്തനം 5. ഡയറി. ക്വസ്റ്റ്യനാണ്. ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗം ഇഷ്ടമായില്ലേ? ഇടുക്കിയിലെ അണക്കെട്ട് എന്ന മഹാത്ഭുതം കണ്ട ശേഷം വീട്ടിലെത്തിയ അഖിൽ എഴുതിയ ഡയറി കുറിപ്പ് എങ്ങനെയാകും? എഴുതുക. എൻ്റെ ജീവിതത്തിലെ വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇടുക്കിയിലെ താജ്മഹൽ എന്ന് വിളിക്കുന്ന ഇടുക്കി അണക്കെട്ട് കുടുംബത്തോടൊപ്പം പോയി കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അച്ഛനും അമ്മയും ഞാനുമാണ് ഇന്ന് ഇടുക്കി അണക്കെട്ട് കാണാൻ പോയത്. വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച. അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നീല ജലപ്പരപ്പ്, മാനം മുട്ടി നിൽക്കുന്ന ഹരിതാപമായ മലനിരകൾ. മലകൾക്കിടയിലെ താഴ്വരയിലെത്തിയപ്പോൾ ഒരു വല്ലാത്ത തണുപ്പ്. കുറവൻ മലയും കുറത്തിമലയും കാത്തുസൂക്ഷിക്കുന്ന അണക്കെട്ടിന്റെ സൗന്ദര്യം അതിനോട് ചേർന്ന് നിന്നപ്പോഴാണ് ബോധ്യമായത്. വി ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിന്റെ ചുവട്ടിൽ നിന്നപ്പോഴാണ് അതിനെ ശരിക്കും കാണാനായത്. അണക്കെട്ടമ്മേ എന്ന് ഞാൻ അറിയാതെ വിളിച്ചുപോയി. ഇന്നേ വരെ ഞാൻ കണ്ട കാഴ്ചകളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് ഇടുക്കിയിലെ അണക്കെട്ട്. ബി ചോദ്യം. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത എഴുതിയത് ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റുമാനൂർ സോമദാസൻ, പി കുഞ്ഞിരാമൻ നായർ, അശോകൻ ചെരുവിൽ. ഉത്തരം പി കുഞ്ഞിരാമൻ നായർ. പ്രവർത്തനം 6. താരതമ്യക്കുറിപ്പ്. ഞാൻ ആദ്യമായി നീരുറവ കണ്ടത് എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്നാണ്. ഒരു വെയിലായി എനിക്കതിനെ വറ്റിക്കാനാകുമോ? മുകളിൽ നൽകിയ കവിതയും പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന രചനയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. തൻ്റെ അമ്മയുടെ കണ്ണിലെ കണ്ണീരിനെക്കുറിച്ച് ഒരു കുട്ടി എഴുതിയ കവിതയാണിത്. പല കാരണങ്ങളാലും അമ്മയ്ക്ക് കരച്ചിൽ വരാം. പ്രധാനമായും കുടുംബത്തിലെ പ്രശ്നങ്ങളാവാൻ കാരണം. അമ്മയുടെ ദുഃഖം മാറ്റാൻ പ്രയത്നിക്കുക എന്നത് ഓരോ മക്കളുടെയും കടമയാണ്. അതാണ് കവിതയിലെ കുട്ടിയും ആഗ്രഹിക്കുന്നത്. പൊൻകുന്നം വർക്കിയുടെ കഥയും സമാനമാണ്. പിതാവ് നേരത്തെ മരിച്ചുപോയി. പാവപ്പെട്ട കുടുംബം. അമ്മ കഷ്ടപ്പെട്ടാണ് 2 മക്കളെയും വളർത്തിയത്. മറ്റൊരാളുടെ സഹായത്താലാണ് വർക്കി സ്കൂളിൽ ചേർന്നത്. ഫീസ് കൊടുക്കാൻ പോലും അമ്മയ്ക്ക് ആവതില്ലായിരുന്നു. കൂട്ടുകാരൊക്കെ 4ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് ഇംഗ്ലീഷ് സ്കൂളിൽ പോകാൻ തുടങ്ങിയിരുന്നു. തന്നെയും സ്കൂളിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അമ്മയുടെ വക നല്ല തല്ലാണ് വർക്കിക്ക് ലഭിച്ചത്. വർക്കി കരയുന്നത് കണ്ട് അമ്മയും കണ്ണുനീർ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ സങ്കടമാണ് കഥയിലും കവിതയിലും അവതരിപ്പിക്കുന്നത്. പ്രവർത്തനം 7. സംഭാഷണം തയ്യാറാക്കാം. ബേഷ്, അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി. അച്ഛൻ മോളോട് പറഞ്ഞതാണിത്. പിറ്റേന്ന് തൊടിയിൽ ഇറങ്ങിയ മകൾ പേരമരത്തോട് എന്തൊക്കെയാകും സംസാരിച്ചിരിക്കുക? പേരമരം പറഞ്ഞ മറുപടി എന്തൊക്കെയാകും? എഴുതുക. മകൾ: നിന്റെ ശിഖരങ്ങളിലൊക്കെ നിറയെ കായ്കളുണ്ടല്ലോ. പേര: ആവശ്യത്തിന് മഴയും വെയിലും ഒക്കെ കിട്ടിയതുകൊണ്ട് ഇത്തവണ നന്നായി കായ്ച്ചു. മകൾ: അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം പോലെ കഴിക്കാം. പേരയ്ക്ക് ആരോഗ്യത്തിന് ഏറെ നല്ലതാ. അണ്ണാനും കിളികൾക്കും ഞങ്ങൾക്കും എല്ലാം വേണ്ടുവോളം കഴിക്കാനുള്ളതുണ്ട്. പേര: എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നതാ എനിക്കിഷ്ടം. അണ്ണാൻ ചില്ലകളിൽ കൂടെ ഓടിച്ചാടി നടക്കുകയും കിളികൾ പേരയ്ക്കാപ്പഴം കൊത്തിത്തിന്ന് സന്തോഷം കൊണ്ട് ചിലക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമാകും. പ്രവർത്തനം 8. പ്രതികരണക്കുറിപ്പ്. പൊൻകുന്നം വർക്കി എഴുതിയ എൻ്റെ അമ്മ എന്ന രചനയിലെ ഏത് അനുഭവമാണ് നിങ്ങളെ പ്രയാസപ്പെടുത്തിയത്? എന്തുകൊണ്ട്? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. എൻ്റെ അമ്മ എന്ന അനുഭവക്കുറിപ്പ് ഏറെ എന്നെ സങ്കടപ്പെടുത്തി. പണ്ടുകാലത്ത് പലരുടെയും ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രയാസപ്പെടുത്തിയത് ഇംഗ്ലീഷ് സ്കൂളുകളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വർക്കിയെ അമ്മ തല്ലിയ സംഭവമാണ്. എല്ലാവരും 4ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച ശേഷം ഇംഗ്ലീഷ് സ്കൂളുകളിൽ പോയി തുടങ്ങിയിരുന്നു. വർക്കിയെ മാത്രം സ്കൂളിൽ വിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ നല്ല തല്ല് കൊടുക്കുകയും പോയി വല്ല ജോലിയും എടുക്കാൻ പറയുകയുമാണ് ചെയ്തത്. അത് ആ കുട്ടിയെ എത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ അവൻ കരയുന്നത് കണ്ടപ്പോൾ അമ്മയും കരയുന്നുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് മിക്കവാറും കുടുംബങ്ങളിലെ സ്ഥിതി ഇതുതന്നെയായിരുന്നു. പട്ടിണി പാവങ്ങളായിരുന്നു ഭൂരിഭാഗവും. കഥയിലെ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഏറെ പ്രയാസം തോന്നി.